ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് SLC വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിയുടെയും മോഡൽ എക്സാം ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പരീക്ഷകൾ എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം. ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോ കിടക്കുന്ന തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഈ പരീക്ഷാക്കാലത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആശ്വാസത്തിൻ്റെ ഒരു ദിവസമായിരുന്നു ഇന്ന് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആദ്യം നടന്നത് ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു. ഇംഗ്ലീഷ് പരീക്ഷ സമീപകാലത്ത് വന്നതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു എന്ന് ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ കൂടിയായ ഞാൻ തീർച്ചയായിട്ടും പറയും. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ കണ്ടപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് വേണ്ടത്ര പ്രിപ്പറേഷൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പം മാത്രമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ പറ്റാവുന്നത്ര ലളിതമായിട്ടാണ് വന്നത്. അതായത് പുതിയ പാറ്റേണിൽ ഇതുവരെ വന്ന ചോദ്യപേപ്പറെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടൊരു പരീക്ഷയായിരുന്നു. ആകെ കൂടി ആ ഫ്രേസൽ വെർബ്സിൻ്റെ ഏരിയയിലൊക്കെ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ. മറ്റെവിടെയും കുട്ടികളെ വലയ്ക്കുന്നതായിട്ടൊന്നുമില്ല. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡിസ്കോഴ്സിലൊക്കെ ഇത്തിരി പാടുള്ളത് തോന്നുകയാണെങ്കിൽ പോലും അപ്പുറത്ത് ഈസിയുള്ള മറ്റൊരു ഓപ്ഷൻ കൊടുത്തിട്ടുമുണ്ടായിരുന്നു ചോയ്സായിട്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പരീക്ഷ എഴുതിയ മിക്ക വിദ്യാർത്ഥികൾ പറഞ്ഞതും അതുതന്നെയാണ്. അത്യാവശ്യം പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് എഴുതുന്ന പരീക്ഷ എഴുതുന്നത് ഇംഗ്ലീഷ് എന്ന് തന്നെയാണ് കുട്ടികളുടെയും പ്രതികരണം. ഇന്ന് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്നാണ്. 2, ഹിന്ദി പരീക്ഷയെക്കുറിച്ച് മറിച്ചൊരു അഭിപ്രായമായിരുന്നില്ല. ഹിന്ദി പരീക്ഷയും എളുപ്പമായിരുന്നു എന്നാൽ ഒരു ശരാശരി നിലവാരത്തിലെങ്കിലും പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും സുഖമായിട്ട് എഴുതാവുന്ന പരീക്ഷയായിരുന്നു ഇന്നത്തേതെന്നാണ് വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. ഈ 2 പരീക്ഷകൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. 2 പരീക്ഷകൾ ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്നാണ്. ചോദ്യപേപ്പർ ലളിതമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ, ഇതൊരു വലിയ ആശ്വാസം കൂടിയാണ്. കാരണം ഈ 20% ചോദ്യങ്ങൾ ടഫാക്കുമോ എന്നൊക്കെയുള്ള പേടികൾക്കിടയിലാണ് അങ്ങനെയൊന്നുമില്ലാത്ത 2 ചോദ്യപേപ്പറുകളിൽ നിന്ന് വന്നിരിക്കുന്നത്. സോ ഈസിയാണെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.